ഹായ് എവരിവൺ, സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്, മിസ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഡെയിലി 40 സെന്റൻസുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിൽ വരുന്ന ഗ്രാമർ, എക്സ്പ്ലനേഷൻ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. മേരാ ഷാദി ഹുവാ ഹെ, മേരാ ഷാദി ഹുവാ ഹെ. ഓക്കെ, മേരാ ഷാദി നഹി ഹുവാ ഹെ, മേരാ ഷാദി നഹി ഹുവാ ഹെ. मेरी घर केरल में है, मेरी घर केरल में है. मेरी भाई आ रहा है. ഓക്കെ, മേരാ ഇച്ഛ നഹി ഹെ കൈ ജാനെ കാ. അപ്പോൾ ഇങ്ങനത്തെ സെന്റൻസുകളൊന്നും പറയരുത്. ഇങ്ങനത്തെ സെന്റൻസുകളെല്ലാം ബ്ലണ്ടറാണ്, തെറ്റാണ്. ഓക്കെ, മേരാ ഷാദി ഹുവാ ഹെ, ഒരാണ് ഒരു മെയിലായിട്ട് മെയിൽ പറയും മേരാ ഷാദി ഹുവാ ഹെ, തെറ്റാണ്. മേരാ ഷാദി ഹുവാ ഹെ തെറ്റാണ്. ക്ലിയർ. മേരാ ഷാദി നഹി ഹുവാ ഹെ, ഒരു മെയിൽ പറയണേ മേരാ ഷാദി നഹി ഹുവാ ഹെ. എന്ത് വിചാരിച്ചിട്ടാണ് മേര എന്ന് പറഞ്ഞാൽ ഞാൻ ആണാണ്, അപ്പൊ മേര എന്നങ്ങ് പറയും. ഓക്കെ, മേരാ ഷാദി നഹി ഹുവാ ഹെ. മേരി ഘർ, ഒരു സ്ത്രീ പറയാണ് മേരി ഘർ, മേരി ഘർ കേരൾ മേ ഹെ, മേരി ഘർ കേരൾ മേ ഹെ, ഒരു സ്ത്രീ പറയാണ്. ഓക്കെ, അതുപോലെ തന്നെ മേരി ബായി, ആരാ പറയുന്നത്? ഒരു സ്ത്രീ പറയാണ് മേരി ബായി. ഞാനൊരു സ്ത്രീ അല്ല, അപ്പൊ മേരി ബായി എന്ന് പറഞ്ഞ് തുടങ്ങാം. മേരി ബായി ആരാ ഹെ എന്നങ്ങ് പറയും. ഓക്കെ, അതുപോലെ തന്നെ മേരാ ഇച്ഛ, മേരാ ഇച്ഛ. ഇതൊക്കെ എന്താണ്? തെറ്റ് സെന്റൻസുകളാണ്. ഇതൊക്കെ എന്താണ്? തെറ്റ് സെന്റൻസുകളാണ്. ഓക്കെ, മേരാ ഷാദി ഹുവാ ഹെ തെറ്റാണ്. മേരാ ഷാദി നഹി ഹുവാ തെറ്റാണ്, തെറ്റാണ്. മേരി ഘർ, ठीक है, മേരി ഘർ കേരൾ മേ ഹെ തെറ്റാണ്. മേരി ബായി തെറ്റാണ്. മേരാ ഇച്ഛ. ഓക്കെ, ഇതൊക്കെ എന്താണ്? തെറ്റ് സെന്റൻസുകളാണ്. ഇതന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ അത് ആയി, അതായത് മനസ്സിൽ ഉറപ്പിച്ചു. ആ മേര, ഞാൻ പറയാം ആണായോണ്ട് മേര എന്നങ്ങ് പറയാം, സ്ത്രീ ആയതുകൊണ്ട് മേരി എന്നങ്ങ് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഉള്ള സൊല്യൂഷൻ നമ്മൾ ഇന്ന് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് മേരാ 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 മേരെ മേരി വെച്ചിട്ടുള്ള കുറേ സെന്റൻസുകളാണ്. ഓക്കെ, കുറേ സെന്റൻസ് എന്ന് പറഞ്ഞാൽ 40 സെന്റൻസ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഏകദേശം 80 സെന്റൻസുകൾ പഠിക്കും. അതിന്റെ ഗ്രാമർ പഠിക്കും, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് VK ഹിന്ദി ലേണിംഗ് ഹബിന്റെ ഒരു വെബ്സൈറ്റ് അറിയാം. ലാസ്റ്റ് 1 വീക്കായിട്ട് അത് അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. ഓക്കെ, കുറേ ആൾക്കാർ വന്ന്, കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്തു, കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അവരൊരു ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് ഈ ക്ലാസ്സുകൾ, ഓക്കെ, ഈ ചെയ്യുന്ന ക്ലാസ്സുകളുടെ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സുകൾ ഇപ്പൊ ദിവസം ചെയ്യുന്ന ഓരോ ക്ലാസ്സിന്റെ PDF നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇത് പോസ് ചെയ്യുക. ഇത് പോസ് ചെയ്തിട്ട് നിങ്ങളെല്ലാം വായിക്കുക, ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അധികം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല വീഡിയോസിന്റെ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വീഡിയോ, ഇതിന്റെ ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഒരു ഡെമോ വീഡിയോ അത് നൽകാം. ഓക്കെ, താല്പര്യമുള്ള ആൾക്കാർ ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്ത് പേഴ്സണലി ചോദിക്കാം, അല്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ നേരെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലഭിക്കും. ഓക്കെ, അതിന്റെ ഫീസ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞു, 10,500, 2,500, 3,500 അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഗ്രൂപ്പിൽ പോയിട്ട് ക്ലാസ്സുകൾ അങ്ങനെയല്ല. നിങ്ങളുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. നിങ്ങളുടെ ഓൺ യൂസർ നെയിമാണ്, ഓൺ പാസ്വേഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് കണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാം. 60 ക്ലാസ്സുകൾ, 2 മാസത്തെ കോഴ്സാണ്. ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് 6 മന്ത് വാലിഡിറ്റിയിൽ ലഭിക്കും. സിർഫ് 999 നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞിട്ട് നേരം കൂട്ടുന്നില്ല, നമുക്ക് നോക്കാം. അതിന്റെ ഒരു ഒറ്റ കാര്യം കൂടി, അതിന്റെ ഇൻഫർമേഷൻ വീഡിയോയും ഡെമോയും എന്തായാലും ആൾക്കാർ കാണണം. ഓക്കെ, ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഒരിക്കൽ കാണുക. ആ കണ്ടതിന് ശേഷം 60 ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുള്ള് ഹിന്ദി നിങ്ങളുടെ കൈവശം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ എന്തിനാണ് യൂട്യൂബിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? 60 ക്ലാസ്സുകൾ കണ്ടു നോക്ക്, എന്നിട്ട് ഈ ക്ലാസ്സുകൾ കണ്ടു നോക്ക്. ഓക്കെ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. മേരി ഷാദി നെയ് ഹുയി ഹെ എന്നാണ് വരുക. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്? മേരാ ഷാദി ഹുവാ ഹെ തെറ്റാണ് അല്ലെ, വലിയ തെറ്റാണ്, ഒരിക്കലും പറയാൻ പറ്റാത്തതാണ്. എങ്ങനെയാ പറയാ നമ്മള്? മേരി ഷാദി ഹുയി ഹെ എന്ന് പറയും. ഓക്കെ, എന്റെ കല്യാണം കഴിഞ്ഞു. ഇവിടെ എന്ന സെന്റൻസ് വന്നത് മേരി ഷാദി നെയ് ഹുയി ഹെ, എന്റെ കല്യാണം കഴിഞ്ഞില്ല, ഞാൻ വിവാഹിതനല്ല എന്ന് എങ്ങനെ പറയും? മേരി ഷാദി നെഹി ഹുയി ഹെ എന്ന് പറയും. എന്ത് പറയും? മേരി ഷാദി നെഹി ഹുയി ഹെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, മേരി ഷാദി നെഹി ഹുയി ഹെ. ഷാദി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. മേരി വന്നു. ഓക്കെ, ആ ഓൺലൈൻ ക്ലാസ് വെബ്സൈറ്റിൽ കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ സെന്റൻസ് ഇതിന് കറക്റ്റ് ആണ്. കാരണം എന്താണ്? മേരാ മേരെ മേരി വരുന്നത് എന്താണ്? തൊട്ടടുത്ത ശബ്ദം എന്താണോ ആ ശബ്ദം നോക്കിയിട്ടാണ് നമ്മൾ മേരാ മേരി മേരെ ഉപയോഗിക്കുന്നത്. ഇനി മേരെ ഉപയോഗിക്കാനുള്ള കുറെ റൂൾ ഉണ്ട്, സെന്റൻസുകൾ വെച്ച് ഞാൻ താഴെ പറഞ്ഞുതരും. ഓക്കെ, അല്ലാണ്ട് ഗ്രാമർ നമ്മൾ ഇടക്ക് പുട്ടിന് തേങ്ങ ഇട്ടുന്ന പോലെ ഞാൻ ഇട്ട് തരുന്നുണ്ടെന്നേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. മേരി ഷാദി
നെയ് ഹുയി ഹെ. മേരി ഷാദി നെയ് ഹുയി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. മേരി ഷാദി നെഹി ഹുയി ഹെ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ. അതുപോലെ മേരി ഷാദി ഹോ ഗയി, എൻ്റെ കല്യാണം കഴിഞ്ഞു. മേരി ഷാദി ഹോ ഗയി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കല്യാണം കഴിഞ്ഞു. മേരി ഷാദി ഹോ ഗയി, എൻ്റെ കല്യാണം കഴിഞ്ഞു. ഓക്കെ. എന്തുകൊണ്ട് ഹോ ഗയി എന്ന് വന്നു? മേരി ഷാദി. ഓക്കെ, എൻ്റെ കല്യാണം. മേരി ഷാദി, എൻ്റെ കല്യാണം. അതാണ് പറഞ്ഞോട്ടെ, പെണ്ണ് പറഞ്ഞോട്ടെ. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു മെയില് പറഞ്ഞാലും ഫീമെയില് പറഞ്ഞാലും എങ്ങനെ പറയും? മേരി ഷാദി ഹോ ഗയി, എൻ്റെ കല്യാണം കഴിഞ്ഞു. മേരി ഷാദി ഹോ ഗയി, എൻ്റെ കല്യാണം കഴിഞ്ഞു. ക്ലിയറേ? നോക്കാം നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം സെന്റൻസ്. മേരാ ഗർ കാഫി ദൂർ ഹെ. മേരി ഗർ എന്നൊക്കെ പറയും ഒരു സ്ത്രീയാണ്, അങ്ങനെയല്ല പറയേണ്ടത്. നമ്മളെങ്ങനെ പറയും? മേരാ ഗർ. ഗർ ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, അതിന്റെ ബഹുവചനവും ഗർ തന്നെയാണ്. ക്ലിയറേ? അപ്പൊ മേരാ ഗർ കാഫി ദൂർ ഹെ, ബഹുത് ദൂർ ഹെ, എൻ്റെ വീട് വളരെ ദൂരെയാണ്. ठीक है, മേരാ ഗർ കാഫി ദൂർ ഹെ. ठीक है, എൻ്റെ വീട് വളരെ ദൂരമാണ്. മേരാ ഗർ, എൻ്റെ വീട്. മേരാ ഗർ വന്നു. ഓക്കെ, അതാണ് പറഞ്ഞോട്ടെ, പെണ്ണ് പറഞ്ഞോട്ടെ. മേരാ ഗർ എന്നെ പറഞ്ഞിട്ട് പഠിക്കണം. ഗർ ഒരു പുല്ലിംഗ ശബ്ദമായതുകൊണ്ടാണ് മേരാ ഗർ എന്ന് വന്നത്. ഓക്കെ. അതുപോലെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മേരാ ഭായി, എൻ്റെ സഹോദരൻ. മേരി ബഹൻ, എൻ്റെ സഹോദരി. ഓക്കെ, ഞാൻ തന്നെയാണ് പറയുന്നത്, ഞാനൊരു മെയിലാണ്. മേരാ ഭായി, എൻ്റെ സഹോദരൻ. മേരി ബഹൻ, എൻ്റെ സഹോദരി. ഓക്കെ. അപ്പൊ മേരെ ബേട്ടെ, എൻ്റെ കുട്ടികൾ, എൻ്റെ ആൺകുട്ടികൾ. മേരെ ബേട്ടെ. ഓക്കെ, എൻ്റെ പെൺകുട്ടികൾ മേരി ബേട്ടിയ. ഇതുവരെ വ്യക്തമല്ലേ? നോക്കാം. ഇപ്പൊ ഒരു സ്ത്രീ പറയുമ്പോൾ മേരാ ബായി, കറക്റ്റാണ്. മേരാ ബായി, എൻ്റെ സഹോദരൻ. സ്ത്രീ പറയാണേ. മേരാ ബായി. മേരി ബഹൻ, എൻ്റെ സഹോദരി. ഓക്കെ, ആരാ പറയുന്നത്? സ്ത്രീ പറയാണ്. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പറയും, മേരി ബഹൻ. ക്ലിയർ? അതുപോലെ തന്നെയാണ് മേരെ ബേട്ടെ, അതൊരു സ്ത്രീ പറയുകയാണ് അവളുടെ ആൺകുട്ടികളെ കുറിച്ച്. മേരെ ബേട്ടെ. ഓക്കെ. മേരി ബേട്ടിയ, എൻ്റെ പെൺകുട്ടികൾ. അപ്പൊ അത്രയേ ഉള്ളൂ സംഭവം. അതന്നെയാണ് നിങ്ങൾ ഇവിടെ മാറ്റി ഇട്ടാൽ മതി. ഓക്കെ. മേരെ ഗർമേ കുത്താ ഹെ. തൊട്ട് മുന്നിൽ നിങ്ങൾ എന്നോട് ഞാൻ പറഞ്ഞു മേരാ ഗർ കാഫി ദൂർ ഹെ, അവിടെ മേരാ വെച്ചു. ഇവിടെ എന്തുകൊണ്ട് ഗർമേ വന്നേരം മേരെ വെച്ചു? അല്ലെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യമുള്ള ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചോ, ഒരു ഡയറിയിൽ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. മേരെ ഗർമേ വന്നു. ഗർ ഒരു പുല്ലിംഗ ശബ്ദം ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ. അതിനുശേഷം എന്താ വന്നേ? എന്തൊക്കെ വന്നു? നമ്മൾ നോക്കും. ഇവിടെ മേ വന്നു അല്ലെ? കാ, കേ, കീ, സേ, മേ, പർ, നേ, കെലിയെ, ഇതൊക്കെ ഇങ്ങനത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? എന്ത് ചെയ്യും? ഈ ഗറിന് ശേഷം, ഗറിന് തൊട്ട് മുമ്പ് മേരാന്നല്ല, അത് മേരേ എന്നാക്കണം. ഓക്കെ, സംസാരത്തിൽ വരേണ്ടതാണ് അത്. ഇപ്പൊ ഗർ നിങ്ങൾക്ക് ഒരു പുല്ലിംഗ ശബ്ദമാണെന്ന് അറിയുന്നവരാണെങ്കിൽ മേരേ ഗർമേ. ഓക്കെ, സെന്റൻസ് പഠിച്ചു പോകുന്നവർ സെന്റൻസ് പഠിച്ചു പോയിക്കോ, ഒരു തെറ്റുമില്ല. മേരേ ഗർമേ ഏക് കുത്താ ഹെ, എൻ്റെ വീട്ടിലൊരു നായയുണ്ട്. മേരേ ഗർമേ വന്നു. മേരാ ഗർമേ എന്ന് വന്നില്ല. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് മേരാ ഗർ കാഫി ദൂർ ഹെ എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം എന്തെങ്കിലും പ്രിഫിക്സ് ഒന്നും ഉണ്ടോ? സഫിക്സ് ഉണ്ടോ? മേ പർ സേ അതൊന്നും ഇല്ലല്ലോ. ഇവിടെ എന്തോന്നു? മേരേ ഗർമേ എന്ന് വന്നു. മേരേ ഗർമേ ഏക് കുത്താ ഹെ, എൻ്റെ വീട്ടിലൊരു നായയുണ്ട്. മേരേ ഗർമേ ഏക് കുത്താ ഹെ. കാ, കേ, കീ, സേ, മേ, പർ, നേ, കേലിയെ, ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ മേര എന്നുള്ളത് അങ്ങ് മേരേന്നാവും. പുല്ലിംഗ ശബ്ദം മാത്രമാണെങ്കിലാണ്. സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ ചെയ്യരുത്. തൊട്ടടുത്ത് സ്ത്രീലിംഗ ശബ്ദമാണെന്ന് നമ്മൾ അങ്ങനെ ചെയ്യരുത്. മേരേ ഗർമേ, എൻ്റെ വീട്ടിൽ. മേരേ ഗർമേ. പല ആളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സർ ചില സ്ഥലത്ത് മേര പറയും, ചില സ്ഥലത്ത് മേരേ പറയും, അതെന്തുകൊണ്ടാണ്? അപ്പൊ ഈ പുല്ലിംഗ ശബ്ദം വന്ന് തൊട്ടടുത്ത് ഒരു പ്രിപ്പോസിഷൻ വന്നു. ആ പ്രിപ്പോസിഷൻ ഈ കാ, കേ, കീ, സേ, മേ, പർ, കേലിയെ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ മേരേ ഗർമേ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം. മേരെ ഗർമയൊക്കെ കുത്താ ഹെ, എൻ്റെ വീട്ടിലൊരു നായയുണ്ട്. ഇതിന്റെ കുറെ എക്സാമ്പിൾ വരുന്നുണ്ട്, വളരെ വ്യക്തമാക്കാം. ഓക്കെ. ഏ ഖാന മേരെ ഗർ സെ ലേ ആയാ ഹെ. ഓക്കെ. ആക്ച്വലി ഗർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ശബ്ദമാണെങ്കിൽ മേരാ വരണം. പക്ഷെ ഗർ കഴിഞ്ഞിട്ട് എന്ത് വന്നു? ഒരു സേ അങ്ങ് വന്നു. അപ്പൊ എന്തായി? ഏ ഖാന, ഈ ഭക്ഷണം. ഏ ഖാന, ഈ ഭക്ഷണം. മേരെ ഗർ സെ, എൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ലേ ആയാ ഹെ, ലേ ആയാ ഹെ, ലേക്കർ ആയാ ഹെ. ലേക്കർ ആയാ ഹെ എന്ന് പറയാം, ലേ ആയാ ഹെ എന്ന് പറയാം. അപ്പോൾ ഏ ഖാന മേരെ ഗർ സെ ലേ ആയാ ഹെ, ഈ ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഗർ സെ ലേ ആയാ ഹെ. ക്ലിയർ? ഇതുവരെ ഓക്കെ? അപ്പൊ അതുകൊണ്ടാണ് ഈ മേരാ ഗർ എന്നുള്ളത് മേരെ ഗറായി മാറുന്നത്. എങ്ങനെയാ മാറുന്നത്? തൊട്ടടുത്ത പ്രിപ്പോസിഷൻ നോക്കുക. അത് നമ്മൾ പ്രിപ്പോസിഷൻ കൂട്ടിയിട്ടാണ് പറയുന്നത്. മേരെ ഗർമേ, ടീക്കെ, മേരെ ഗർ സെ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മൾ ഈ മേരെ എന്ന് ഉപയോഗിക്കും. വേറൊരു സെന്റൻസ്, വ മേരെ കമരേമേ രഹത്ത ഹെ. ആക്ച്വലി എന്താ വരേണ്ടത്? മേരാ കമര അല്ലെ? കമര ഒരു സ്ത്രീലിംഗ ശബ്ദം, പുല്ലിംഗ ശബ്ദമാണ്. കമര ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വെബ്സൈറ്റിലുള്ള
നമ്മളെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾ ആ ക്ലാസ്സുകളെല്ലാം പർച്ചേസ് ചെയ്തിട്ട് അതും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വ മേരെ കമരേമേ രഹത്താഹെ. ആരാണ്? അവൻ. രഹത്താഹെ വന്നു, വ അവൻ. ഓക്കെ, വ രഹത്താഹെ വന്നു, വ മേരെ കമരേമേ എൻ്റെ മുറിയിൽ. അവൻ എൻ്റെ മുറിയിലാണ് നിൽക്കുന്നത്, എൻ്റെ മുറിയിലാണ് താമസിക്കുന്നത്. വ മേരെ കമരേമേ രഹത്താഹെ. ആരാണ്? അവനെ കുറിച്ചാണ് പറയുന്നത്. രഹത്താഹെ വന്നു. ക്ലിയർ? മേരെ കമരേമേ എൻ്റെ മുറിയിൽ. മേരെ കമരേമേ മേ വന്നു അവസാനം, സോറി കമര കഴിഞ്ഞിട്ട്. അപ്പൊ മേരാ കമരേമേ കമരാമേ എന്നൊന്നും പറയരുത്, മേരെ കമരേമേ. കമര എന്നുള്ളത് എ എന്നായി മാറും. ഓക്കെ, കമര പുല്ലിംഗ ശബ്ദത്തിൽ ആ മാത്രമേ ഉള്ളത്, എ മാത്രമല്ല എന്ന് മാറും. ഇപ്പൊ ഗറിന്റെ പുല്ലിംഗ ബഹുവചനം എന്താണ്? ഗർ തന്നെയാണ്. അതുകൊണ്ട് മേരെ ഗർമേ എന്ന് വരും. ഓക്കെ, ആ മാത്രയിലാണെങ്കിൽ അത് ആ എന്നുള്ളത് എ ആക്കണം. ഓക്കെ, അപ്പൊ മേരെ കമരേമേ. ക്ലിയറേ? വ്യക്തമല്ലേ? അപ്പൊ ഇനി ഈ മേരയില് സംശയം വരാൻ പാടില്ല. ഓക്കെ, എന്താണ്? തൊട്ടടുത്ത പുല്ലിംഗ ശബ്ദത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ, പുല്ലിംഗ ശബ്ദം കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഓക്കെ, ഇപ്പം ഞാൻ എന്നെ കുറിച്ച് പറയാനുള്ള ഞാൻ മേരിയൊക്കെ ഉപയോഗിക്കുന്നത് വേറെ ആരെ കുറിച്ചല്ലല്ലോ. അപ്പൊ ഞാൻ പറയുമ്പം, ഞാൻ പറയുന്നതിന്റെ ഒരു വേർഡിന്റെ അതിന്റെ തൊട്ടടുത്തത് പ്രിപ്പോസിഷൻ ആയിട്ട് ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, കാക്ക, കേ, കീസേ, മേ, പർ, കേലിയെ, കേസാത്ത്, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനങ്ങ് മേരെ നങ്ങാക്കണം. ആ മാത്രയിലാണ് പുല്ലിംഗ ശബ്ദമാണെങ്കിൽ എ മാത്രയാക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മേരെ ഗർമേ, മേരെ കമരേമേ, അങ്ങനെ ആക്കിയിട്ട് ചെയ്യണം. ഓക്കെ, വ്യക്തം. കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു, ഇനിയിപ്പം പറയരുത് വളരെ ലംബയായിട്ട് പറഞ്ഞു. അങ്ങനെയല്ല, നമുക്ക് മനസ്സിലാക്കിയിട്ട് സെന്റൻസ് പഠിക്കണം. വ മേരെ കമരേമേ രഹത്തി ഹെ. ഈ വഹാരാണ് അവളെ കുറിച്ചാണ് പറയുന്നത്. അവൾ എൻ്റെ മുറിയിലാണ് താമസിക്കുന്നത്. ഓ മേരെ കമരേമേ. കണ്ട, മേരെ കമരേമേ എന്നായില്ലേ? മേര കമരേമേ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, വ മേരെ കമരേമേ രഹത്തി ഹെ, താമസിക്കുന്നു. അവൾ എൻ്റെ മുറിയിലാണ് താമസിക്കുന്നത്. വഹ അവളായോണ്ട് രഹത്തി ഹെ എന്ന് വന്നു. ക്ലിയർ? അവനാണെങ്കിലും വ മേരെ കമരേമേ രഹത്താ ഹെ. ഇങ്ങനെയാണ് സെന്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ. അല്ലാണ്ട് വെറും സെന്റൻസ് മാത്രം പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് എവിടെ ഹിന്ദി എത്താൻ പോകുന്നില്ല. പിന്നെ അത് പറഞ്ഞ് പഠിക്കണം. ഇതറിഞ്ഞ് നിങ്ങൾ ഹിന്ദിയും കൂടി പറഞ്ഞ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദി വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ സാധിക്കും. തെറ്റാതെ സംസാരിക്കാൻ സാധിക്കും. സംസാരിക്കാൻ എല്ലാവർക്കും സാധിക്കും. ബട്ട് തെറ്റ് സംസാരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ തെറ്റാതെ സംസാരിക്കുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹാത്ത്, രണ്ട് കൈ അല്ലേ? രണ്ട് കൈ അല്ലേ? നമുക്ക് രണ്ട് കൈയാണ്. ആ ഒരു കൈക്ക് പരിക്കേറ്റാലും രണ്ട് കൈക്ക് പരിക്കേറ്റാലും നമ്മൾ മേരെ ഹാത്ത് എന്നേ പറയുള്ളൂ. ഓക്കെ, മേരെ ഹാത്ത്, രണ്ട് കൈ, രണ്ട് കാല്. അപ്പൊ മേരെ ഹാത്ത്. ഓക്കെ, മേരെ ഹാത്ത് മേ. ഹാത്ത് ഒരു പുല്ലിംഗ ശബ്ദമാണ്. മേരെ ഹാത്ത് മേ എന്ന് വന്നു. അതുവരെ വളരെ വ്യക്തം. ഹാത്ത് ഒരു രണ്ട് കൈ, അതുകൊണ്ടാണ് അങ്ങനെയും വരാം. മേരെ ഹാത്ത് മേ. ടീക്കെ. ചോട്ടിലേക്ക്, ചോട്ട്, മുറിവ്, പരിക്ക്, ഇതൊക്കെ എന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, ചോട്ട് ലഗാന്ന് ആരും പറയരുത്. ബ്ലണ്ടർ മിസ്റ്റേക്ക് ആണ്. ചോട്ട് ലഗാന്ന് പറഞ്ഞിട്ടുണ്ടോ? ബ്ലണ്ടർ മിസ്റ്റേക്ക് ആണ്. ചോട്ട് ലഗി എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം എന്താണ്? ചോട്ട്, മുറിവ്, പരിക്ക്, ഇതൊക്കെ എന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ചോട്ട് ലഗി. ഓക്കെ, അപ്പൊ മേരെ ഹാത്ത് മേ ചോട്ട് ലഗി, എൻ്റെ കൈക്ക് പരിക്കേറ്റു എന്നാണ് അർത്ഥം. ചോട്ട് ലഗി. ചോട്ട് ലഗാന്നൊന്നും പറയരുത്. ഒരു മെയിലായിട്ട് ചോട്ട് ലഗാന്നൊന്നും പറയരുത്. ചോട്ട് ലഗി. ക്ലിയറേ? മേരെ ഹാത്ത് മേ വന്നു. അവിടെ മേരെ ഹാത്ത് മേ എന്ന് വന്നു. അതുകൊണ്ടാണ് വന്നത്. എൻ്റെ കൈക്ക് പരിക്കേറ്റു, മേരെ ഹാത്ത് മേ ചോട്ട് ലഗി എന്ന് തന്നെ പറഞ്ഞിട്ട് പഠിക്കണം. ക്ലിയറേ? ഇപ്പൊ സ്ത്രീ ആയതുകൊണ്ട് മേരി ഹാത്ത് എന്ന് പറയരുത്. മേരെ ഹാത്ത് മേ ചോട്ട് ലഗി. ഓക്കെ, ആണായോണ്ട് ചോട്ട് ലഗാന്ന് പറയരുത്. ചോട്ട് ലഗി, പരിക്കേറ്റു. മേരെ ഹാത്ത് മേ ചോട്ട് ലഗി, എൻ്റെ കൈക്ക് പരിക്കേറ്റു, എൻ്റെ കൈകൾക്ക് പരിക്കേറ്റു. മേരെ ഹാത്ത് മേ ചോട്ട് ലഗി. വ്യക്തം? ഇത്രയും കൂടുതൽ ഇതിന്റെ അപ്പുറം പറഞ്ഞുതരാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. മേരെ വന്നു, മേരെ ഓഫീസ് മേ. ആദ്യം മേരെ വന്നു. ഓക്കെ, കാരണം എന്താണ്? അവിടെ മേ വന്നിട്ടുണ്ട്. അപ്പൊ മേരെ ഓഫീസ് മേ വന്നു. ക്ലിയർ? മേരെ ഓഫീസ് മേ മേരി വന്നു. എന്തുകൊണ്ടാണ് അവിടെ മേരി വന്നു? ഓക്കെ, ഈ മദത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം. മേരി ഓഫീസ് മേ മേരി കോയി മദത്ത് നെഹി കർത്ത. ഓക്കെ, നെഹി കർത്ത, അതായത് എൻ്റെ ഓഫീസിൽ എന്നെ ആരും ഹെൽപ്പ് ചെയ്യാറില്ല, എന്നെ ആരും സഹായിക്കാറില്ല. മദത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ മേരി എന്ന് വന്നത്. ക്ലിയർ? മേരെ ഓഫീസ് മേ മേരി കോയി മദത്ത് നെഹി കർത്ത. എൻ്റെ ഓഫീസിൽ എന്നെ ആരും സഹായിക്കാറില്ല, ठीक है, അല്ലെങ്കിൽ സഹായിക്കുന്നില്ല. ആജ് മേരിച്ച ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു തന്ന ഒരു സാധനമാണ് മേരായിച്ച. തെറ്റല്ലേ? മേരായിച്ച തെറ്റാണ്. കാരണം എന്താണ്?
നമ്മൾ എന്താ പറയാന്ന് വിചാരിച്ചാൽ മേരി ഇച്ഛ എന്ന് മാത്രമേ പറയുള്ളൂ. ആജ് മേരി ഇച്ഛ നഹി ഹെ കഹി ജാനേക. മേരി ആജ് ആജ് മേരി ഇച്ഛ നഹി ഹെ കഹി ജാനേക എന്നുള്ളത് നമ്മൾ ആജിനെ നിങ്ങൾ എന്തിൽ ചെയ്ത് നോക്കി, തെറ്റോ? തെറ്റില്ല. അപ്പൊ എങ്ങനെ പറയാം? മേരി ഇച്ഛ നഹി ഹെ കഹി ജാനേക, അല്ലെങ്കിൽ ആജ് നമുക്ക് എന്തിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇന്ന് എനിക്ക് എവിടെ പോകാൻ ഒരു മൂഡില്ല, ഒരു താല്പര്യമില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഓക്കെ, അപ്പൊ ആജ് മേരി ഇച്ഛ നഹി ഹെ കഹി ജാനേക. ഓക്കെ, എനിക്ക് എവിടെ പോകാൻ ഒരു മൂഡും ഇല്ല, എവിടെയും പോകാൻ ആഗ്രഹമില്ല എന്നാണ് അർത്ഥം. മേരി ഇച്ഛ, മേര ഇച്ഛ അല്ല. ഓക്കെ, ഇച്ഛ, തമന്ന, ഇതൊക്കെ എന്താണ്? ചാഹത്ത്, ഇതൊക്കെ എന്താണ്? സ്ത്രീലിംഗ ശബ്ദമാണെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ആജ് മേരി ഇച്ഛ നഹി ഹെ. ഓക്കെ, സെന്റൻസ് പഠിച്ചു പോകുന്നവർ സെന്റൻസ് പഠിച്ചു പോയിക്കോ. ആജ് മേരി ഇച്ഛ നഹി ഹെ കഹി ജാനേക എന്നങ്ങ് പഠിച്ചിട്ട് പോയിക്കോ. അറിഞ്ഞിട്ട് പഠിക്കണം എന്നുള്ളവർ ഇങ്ങനെ പഠിക്കുക. ഓക്കെ, ഈ മേരി ഗാഡി, ഗാഡിയുടെ സ്പെഷ്യൽ ക്ലാസ് ഞാൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അത് കാണുക, അത് കണ്ടാൽ മനസ്സിലാവും. ഈ മേരി ഗാഡി ഹേ എന്നേ പറയുള്ളൂ. അതാണ് പറഞ്ഞോട്ടെ, പെണ്ണ് പറഞ്ഞോട്ടെ. ഇതെന്റെ കാറാണ് എന്നാണ് അർത്ഥം. ഈ മേരി ഗാഡി ഹേ, ഇതെന്റെ വണ്ടിയാണ്. ഈ മേരി ഗാഡി ഹേ, ഇതെന്റെ വണ്ടിയാണ്. ഈ മേര കാം ഹേ, കാം ഒരു പുല്ലിംഗ ശബ്ദമാണ്. തൊട്ട് മുകളിൽ എന്താണ്? ഏ മേരി ഗാഡി ഹേ എന്ന് പറഞ്ഞു. ഗാഡി സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് ഈ മേരി ഗാഡി ഹേ എന്ന് പറഞ്ഞു. ഇവിടെ എന്തായി? ഈ മേര കാം ഹേ, ഇതെന്റെ ജോലിയാണ്. ഈ മേര കാം ഹേ, ഇതെന്റെ ജോലിയാണ്. കാം ഒരു പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് മേര കാം ഹേ എന്ന് പറഞ്ഞത്. അതാണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഇങ്ങനെ പറയണം. ഈ മേര കാം ഹേ, മേരി കാം എന്നും പറയരുത്, സ്ത്രീ ആയതുകൊണ്ട്. ഓക്കെ, മേര ദിമാഗ് ഖറാബ് മത് കറോ. ദിമാഗ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആണ് അർത്ഥം. അതൊരു പുല്ലിംഗ ശബ്ദമാണ്. ടീക്കെ, മേര ദിമാഗ് ഖറാബ് മത് കറോ, യാർ ദിമാഗ് ഖറാബ് മത് കറോ, യാ സെ നിക്കൽ ജാ തൂ. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ. ദേഷ്യത്തിൽ പറയണം, യാ തൂ യാ സെ നിക്കൽ ജാ, യാർ മേര ദിമാഗ് ഖറാബ് മത് കറോ തൂ. അങ്ങനെ പറയണം. അങ്ങനെ പറയാം, യാർ മേര ദിമാഗ് ഖറാബ് മത് കർ, തൂ യാ സെ നിക്കൽ ജാ ജൽദി. ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോ, മേര ദിമാഗ് ഖറാബ് മത് കറോ. ഓക്കെ, അത് ദേഷ്യം. ഓക്കെ, ദേഷ്യത്തിൽ പറയുമ്പോൾ നമ്മൾ മേര ദിമാഗ് ഖറാബ് മത് കറോ, എന്റെ തല പുകയിപ്പിക്കല്ലേ എന്നാണ് അർത്ഥം. ഓക്കെ, തല പുകയിപ്പിക്കല്ലേ, എന്നെ തല പുകയിപ്പിക്കല്ലേ. മേര ദിമാഗ് ഖറാബ് മത് കറോ, തു യാ സെ നിക്കൽ ജാ, തു യാ സെ നിക്കൽ. ഒരു ചീത്തി കൂടി പറയണം, ബോസ് അടിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ബോസ് അടിക്കുക, തു യാ സെ നിക്കൽ. ടീക്കെ, മേര ദിമാഗ് ഖറാബ് മത് കറോ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ല, തു യാ സെ നിക്കൽ. ടീക്കെ, തു നിക്കൽ ജാ എന്ന് പറയാം, തും നിക്കലോ എന്ന് പറയാം. ടീക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ദേഷ്യത്തിൽ പറയുന്നത്. ഓക്കെ, അധികം ദേഷ്യമൊന്നുമില്ല. അപ്പൊ മേര ദിമാഗ് ഖറാബ് മത് കറോ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, എന്നെ തല പുകയിപ്പിക്കരുത് എന്നാണ് അർത്ഥം. ദിമാഗ് ഒരു പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് മേര എന്ന് വന്നത്. അത് ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും എങ്ങനെ പറയാം നമ്മൾ? മേര ദിമാഗ് ഖറാബ് മത് കറോ എന്ന് തന്നെ പറഞ്ഞു പഠിക്കണം. യേ മേരി ഗൽത്തി ഹെ, യേ മേരി ഗൽത്തി ഹെ. ഗൽത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് യേ മേരി ഗൽത്തി ഹെ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതെന്റെ തെറ്റാണ്. യേ മേരി ഗൽത്തി ഹെ, ഗൽത്തി മേരി ഹെ. നിങ്ങൾ അതിനെ പിടിച്ച് ഇപ്പുറത്തോട്ടോ. എങ്ങനെ പറയാം നമ്മൾ? യേ മേരി ഗൽത്തി ഹെ എന്നുള്ളത് ഞാൻ എന്ത്, യേ ഗൽത്തി മേരി ഹെ എന്ന് ഞാൻ ഇടാൻ പോവാണേ. യേ ഗൽത്തി മേരി ഹെ, യേ ഗൽത്തി മേരി ഹെ. തെറ്റുണ്ടാവും? തെറ്റില്ല, ഒരു തെറ്റുമില്ല. അപ്പോൾ യേ ഗൽത്തി മേരി ഹെ, യേ മേരി ഗൽത്തി ഹെ. ഓക്കെ, നമുക്ക് എങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ എന്തായി? യേ മേരി ഗൽത്തി ഹെ, ഇതെന്റെ തെറ്റാണ്. മേരി ഗൽത്തി ഹെ, യേ മേരി ഗൽത്തി ഹെ, ഗൽത്തി മേരി ഹെ, ഇതെന്റെ തെറ്റാണ് എന്നാണ് അർത്ഥം. ഗൽത്തി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് തന്നെ നിങ്ങൾക്ക് കുറെ സ്ത്രീലിംഗം പുല്ലിംഗം വേർഡ്സ് ഒക്കെ കിട്ടി. മേരാ പേട്ട് ദർദ് ഹോ രഹാ ഹെ, മേരാ പേട്ട് ദർദ്. പേട് എന്ന് പറയരുത്. പേട് എന്ന് പറഞ്ഞാൽ മരത്തിനെ നമ്മൾ പറയുന്നത് പേട് എന്ന്. ഓക്കെ, മേരാ പേട് ദർദ് ഹോ രഹാ എന്ന് പറയരുത്. എന്റെ മരം വേദനിക്കുന്നല്ല. പേട് മരം, പേട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ പേട്ട് എന്നൊക്കെ പറയും. അപ്പൊ മേരാ പേട്ട് ഒരു പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് മേരാ പേട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, മേരാ പേട്ട് ദർദ് ഹോ രഹാ ഹെ. അതിന്റെ ഇടയ്ക്ക് ഞാൻ പേട്ടിന് ശേഷം ഒരു മേ അങ്ങ് വെച്ചു. സെന്റൻസ് എന്തായി? മേരേ പേട്ട് മേ. ഇത്രേ ഉള്ളൂ, മേരേ പേട്ട് മേ. അപ്പൊ മേരാ പേട്ട് മേ ദർദ് ഹോ രഹാ ഹെ, എന്റെ വയറ് വേദനിക്കുന്നു. സ്ത്രീ ആയതുകൊണ്ട് മേരാ പേട്ട് മേ ദർദ് ഹോ രഹി ഹെ എന്നൊന്നും പറയരുത്. അങ്ങനെ തന്നെയാ പറയാം, മേരാ പെട്ട് ദർദ് ഹോ രഹാ ഹെ, എന്റെ വയറ് വേദനിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വന്നു ആ സെന്റൻസ്. ഇപ്പൊ മേരേ വന്നു. കാരണം എന്താ? ഇവിടെ പേട്ട് നിങ്ങൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു പേട്ട് പുല്ലിംഗ ശബ്ദം മേരാ പേട്ട്. ഇവിടെ വരുമ്പോ മേരയായി. കാരണം എന്താണ്? അതിനിടയ്ക്ക് ഒരു മേ വന്നു. ഞാൻ പറഞ്ഞു മേ സേ കാ കേ കി കേലിയെ ഇതൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പെർ ഇതൊക്കെ വന്നാൽ എന്ത് ചെയ്യും? മേര എന്നുള്ളത് മേരയാക്കണം. അത്രയേ ഉള്ളൂ. അപ്പം മേരേ പേട്ട് മേ കുച്ച് ഗഡ്ബഡ് ഹെ, എൻ്റെ വയറിന് തോ കുഴപ്പമുണ്ട്, ഒരു തോ പ്രശ്നമുണ്ട്, വയറ് വേദനക്കുള്ളല്ലേ. ഓഫീസിൽ പോയി ഒരു 9-9:30 ആകുമ്പോൾ 8 മണിക്ക് 9 മണിയാകുമ്പോൾ ഓഫീസിലെത്തി. 10-10 ആകുമ്പോൾ പറയണം മേരെ പെട്ട് മേ കുച്ച് ഗഡ്ബഡ് ഹെ, മേരെ പേട്ട് മേ
കുച്ച് ഗഡ്ബഡ് ഹെ, എൻ്റെ വയറ്റിൽ എന്തോ കുഴപ്പമുണ്ട്. മേരെ പേട്ട് മേ കുച്ച് ഗഡ്ബഡ് ഹെ, എൻ്റെ വയറ്റിൽ എന്തോ കുഴപ്പമുണ്ട്. മേരെ പേട്ട് മേ കുച്ച് ഗഡ്ബഡ് ഹെ, എന്തോ ഉണ്ട് പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഇപ്പം മേരെ പേട്ട് മേ. ക്ലിയർ? മേരി ആങ്ക് ജലൻ ഹോ രഹി ഹെ, എൻ്റെ കണ്ണ് കത്തുന്നു, കണ്ണ് വേദനിക്കുന്നു എന്ന് പറയാൻ ദർദ് ഹോ രഹി ഹെ. മേരി ആങ്ക് ജലൻ ഹോ രഹി ഹെ, എൻ്റെ കണ്ണ് കത്തുന്നു. ദർദ് ഹോ രഹി ഹെ, കണ്ണ് വേദനിക്കുന്നു. ക്ലിയർ? മേരി ആങ്ക് മേ കുച്ച് ഗിറാ ഹെ, ഇവിടെ മേ വന്നു. ക്ലിയർ? ഇതുവരെ നിങ്ങൾ പുല്ലിംഗ ശബ്ദത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എന്നാ പഠിച്ചത്? പുല്ലിംഗ ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ മേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മേരാന്നുള്ളത് മേരേന്നാക്കും. ക്ലിയർ അല്ലേ? ഇവിടെ എന്തെങ്കിലും മാറിയോ? തൊട്ടടുത്ത സെന്റൻസ് നോക്കിയേ. മേരി ആങ്ക്, മേരി ആങ്ക്, എൻ്റെ കണ്ണ്. ഓക്കെ, മേരി ആങ്ക്, കണ്ണുകളായാലും മേരി ആങ്കേ, ആങ്കേ എന്ന് പറയും. ക്ലിയർ? അപ്പൊ മേരി ആങ്ക് മേ, എൻ്റെ കണ്ണിൽ, മേരി ആങ്ക് മേ നോന്നു. മേരി ആങ്ക് മേ നോന്നോ? വന്നില്ല. കാരണം ആങ്ക് എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് മേരി ആങ്ക് മേ കുച്ച് ഗിറാ ഹെ, എന്തോ വീണിട്ടുണ്ട്, എൻ്റെ കണ്ണിൽ എന്തോ വീണിട്ടുണ്ട്. മേരി ആങ്ക് മേ. ഓക്കെ, അവിടെ മേ വന്നുകൊണ്ട് ഇവിടെ എന്തോ മേരേ വന്നില്ല. കാരണം എന്താണ്? അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ആ ആങ്ക് എന്നുള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ, നേരെ മറിച്ച് കമര എന്ന് പറഞ്ഞാൽ കമരേമേ എന്നായി മാറിയില്ലേ? മേരെ കമരേമേ എന്നായി മാറിയില്ലേ? ഇവിടെ മാറിയോ? ഇല്ല. അപ്പൊ മേരി ആങ്ക് മേ കുച്ച് ഗിറാ ഹെ. സെന്റൻസ് പഠിച്ചു പോകുന്നവർ സെന്റൻസ് പഠിച്ച് പോയിക്കോ, ഒരു ബുദ്ധിമുട്ടുമില്ല. നോട്ട് ചെയ്ത് പോയിക്കോ. ഓക്കെ, മേരി ആങ്ക് മേ കുച്ച് ഗിറാ ഹെ, എൻ്റെ കണ്ണിൽ എന്തോ വീണിട്ടുണ്ട്. മേരാ രാസ്ത മുझे മാലൂം ഹെ, എൻ്റെ വഴി എനിക്കറിയാം. മേരാ രാസ്ത മുझे മാലൂം ഹെ, എനിക്ക് എൻ്റെ വഴി അറിയാം. മേരാ രാസ്ത മുझे മാലൂം ഹെ, രാസ്ത ഒരു പുല്ലിംഗ ശബ്ദമാണ്. എൻ്റെ വഴി എനിക്കറിയാം. മേരാ രാസ്ത മുझे മാലൂം ഹെ. ടീക്ക് ഹെ? മേരെ രാസ്തേ മേ, വീണ്ടും വന്നു. രാസ്ത ആ മാത്രയിലാണ്. ആ മാത്രയെ നമ്മൾ എ ആക്കി. മേര എന്നുള്ളത് മേരേന്നാക്കി. മേ വന്നുകൊണ്ടാണ്. അപ്പൊ മേരെ രാസ്തേ മേ, എന്തിനാ എൻ്റെ വഴിയിൽ നിൽക്കുന്നത്? മേരെ രാസ്തേ മേ ക്യോं ഖടാ ഹെ, മേരെ രാസ്തേ മേ ക്യോं ഖടാ ഹെ, എൻ്റെ വഴിയിൽ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്, മുന്നിൽ നിൽക്കുന്നത്? മേരെ രാസ്തേ മേ ക്യോं ഖടാ ഹെ. അതൊരു ആണിനോടാ ചോദിച്ചതേ. ഒരു ഫീമെയിലിനോട് ചോദിച്ചാലോ? മേരെ രാസ്തേ മേ, അതിന് മാറ്റമുണ്ടോ? മാറ്റില്ല. മേരെ രാസ്തേ മേ ക്യോं ഖടി ഹെ. ഓക്കെ, ക്യോं ഖടി ഹെ. ഒരു മെയിലോട് ഒരു ആണ് ചോദിച്ചാലും പെണ്ണ് ചോദിച്ചാലും എങ്ങനെ ചോദിക്കുക? മേരെ രാസ്തേ മേ ക്യോं ഖടാ ഹെ. ടീക്ക് ഹെ? മേരെ രാസ്തേ മേ ക്യോं ഖടി ഹെ. ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു പെണ്ണോട് ചോദിച്ചു മേരെ രാസ്തേ മേ ക്യോं ഖടി ഹെ. വളരെ വ്യക്തം. അപ്പം ഇങ്ങനെയാണ് സെന്റൻസുകൾ. മേരെ മൻ മേ കുച്ച് ഓർ ഗും രഹാ, ഞാൻ വേറെന്തെല്ലോ ആണ് ചിന്തിക്കുന്നത്, ഞാൻ വേറെന്തെല്ലോ ആണ് ഇങ്ങനെ എൻ്റെ മനസ്സിൽ നടക്കുന്നത്. അപ്പൊ മേരെ മന്മേ കുച്ച് ഓർ ഗും രഹാ ഹേ. മേരെ മന്മേ വന്നു. മന്ന് പുല്ലിംഗ ശബ്ദമാണ്. മേ വന്നുകൊണ്ട് മേരെ വന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓർ കുച്ച് ഗും രഹാ ഹേ, വേറെന്തോ ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ടീക്ക് ഹെ? മേരാ കഹി ബി ആനെ ജാനെ കാ മൻ നഹീ ഹെ. ഇവിടെ കാ വന്നു. എന്തുകൊണ്ട്? മന്ന് പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് തൊട്ടടുത്ത് കാ വന്നു. അത് പ്രകാരം നമ്മൾ കാക്കയ്ക്ക് ഉപയോഗിക്കുന്നത്. ടീക്ക് ഹെ? മേരാ കഹി ബി ജാനെ ആനെ കാ മൻ നഹീ, അല്ലെ ആനെ ജാനെ കാ മൻ നഹീ, എനിക്ക് എവിടെയും പോകാൻ തോന്നുന്നില്ല, എനിക്ക് എവിടെയും വരാനും പോകാനും തോന്നുന്നില്ല. ठीक है? मुझे बैठने दो, मुझे सोने दो, എന്നെ ഉറങ്ങാൻ വിടും. मुझे बैठने दो, എന്നെ ഇരിക്കാൻ വിടും. मुझे सोने दो, मुझे रेस्ट करने दो, आज संडे है, रविवार है, मुझे रेस्ट करने दो, ഇന്ന് എന്നെ ഉറങ്ങാൻ വിട്. ठीक है? मुझे कहीं भी आने जाने का मन नहीं है, जाने का मन नहीं है. क्यों? मन ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, മേര വന്നു. കാരണം എന്താണ്? മന്നിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ है? मैं मेरी मर्जी से काम करूंगा. മർജി സ്ത്രീലിംഗ ശബ്ദം ആദ്യം അറിയണം. ടീക്കെ? ഞാൻ എൻ്റെ ആഗ്രഹം പോലെ പ്രവർത്തിക്കും. മേ മേരി മർജി സെ. ഇവിടെ നിങ്ങൾ നോക്കും, മേ വന്നു ആദ്യം, പിന്നെ മേരി വന്നു. മേ അപ്പന അപ്പിനി എന്ന് പറയരുത്. മേ അപ്പിനി അങ്ങനെ പറയരുത്. ഓക്കെ, അത് തെറ്റാണ്. നമ്മളെങ്ങനെ പറയാം? മേ ഞാൻ, മേരി മർജി സെ എൻ്റെ ഇഷ്ടം പോലെ, കാം കറൂങ്ക ജീവുങ്ക ജീവിക്കും, രഹൂങ്ക താമസിക്കും. ടീക്കെ? മേ മേരി മർജി സെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കാം കറൂങ്ക. ഇതൊരു മെയിൽ പറയണേ. സ്ത്രീ പറയുമ്പോൾ എങ്ങനെയാ നോക്കണേ? മേ മേരി മർജി സെ കാം കറൂങ്കി. അവസാനം ഒരു ഊങ്കി വന്നു. ഇത്രയുള്ള വ്യത്യാസം അല്ലേ? ഇവിടെ ഊങ്കാന്നായിരുന്നു, അവിടെ ഊങ്കിന്ന് വന്നു. ഓക്കെ, അപ്പോൾ മേ മേരി മർജി സെ കാം കറൂങ്ക, ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ഞാൻ പ്രവർത്തിക്കും, അല്ലെ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പ്രവർത്തിക്കും. ടീക്കെ? മേ മേരി മർജി സെ കാം കറൂങ്കി. അതൊരു സ്ത്രീ പറഞ്ഞു. മേ മേരി മർജി സെ കാം കറൂങ്കി. ടീക്കെ? മർജി സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് രണ്ടാൾ പറഞ്ഞാലും മേരി അതിന് ഒരു വ്യത്യാസമില്ല. അവസാനം മാത്രമേ കറൂങ്കി മാറ്റുള്ളൂ. ടീക്കെ? മേ മേരെ ബായിക്ക് ബഹുത്ത് മാനത്താ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബായി പുല്ലിംഗം. ഓക്കെ, പുല്ലിംഗ ശബ്ദമല്ലേ ബായി. മേരെ വന്നു, ഓ വന്നുകൊണ്ടാണ്. അപ്പം മേരെ ബായിക്കോ. തൊട്ട് മുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മേരി മർജി. മേരി മർജി സേ വന്നു. ഇവിടെ എന്തായി?
മേരെ ഭായിക്കോ ബഹുത് മാനത്താവും. ഞാൻ കുറെ നല്ലോണം ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ബ്രദറിനെ ഞാൻ നല്ലോണം ആരാധിക്കാറുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ മേരെ ഭായിക്കോ, ഞാൻ എൻ്റെ ബ്രദറിനെ ബഹുത് മാനത്താവും, ഞാൻ നല്ലോണം ആരാധിക്കുന്ന ഒരു മൂത്ത ചേട്ടനാണ്. അപ്പം മേരെ ഭായിക്കോ. ക്ലിയർ? ഇതുവരെ വ്യക്തം. മേരെ പാസ് 4 ഗാഡിയാ. നമ്മൾ നേരത്തെ പഠിച്ചു മേരി, മേരി എന്ന് പറഞ്ഞു, മേരി ഗാഡി. ഇവിടെ എന്താ മേരെ പാസാ വന്നത്. മേരെ പാസ് 4 ഗാഡി ഹെ എന്ന് ഒരിക്കലും പറയരുത്. നമ്മളിങ്ങനെ പറയും മേരെ പാസ് 4 ഗാഡിയാ ഹെ. ഗാഡിയുടെ ബഹുവചനം ഗാഡിയാണ്, ഗാഡിയ. അപ്പം മേരെ പാസ് എന്നല്ല, മേരെ സാത്ത്, മേരെ ഹാത്ത്, ഇതെല്ലാം ഇങ്ങനെ പറയുള്ളൂ. മേരെ അലാവ, മേരാന്നൊന്നും പറയില്ല. അപ്പം മേരെ പാസ് 4 ഗാഡിയാ ഹെ, എൻ്റെ കൈവശം 4 കാറുകളുണ്ട്. വോ മേരെ ഫാമിലി ഡോക്ടർ ഹെ. ഇപ്പം നമ്മൾ ഈ ഫാമിലി ഡോക്ടർ ഹെ ഏജ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ മൂത്ത ആളായിരിക്കാം, അഞ്ചാനായിരിക്കാം, അറിയാത്ത ഒരാളായിരിക്കാം, അതുപോലെ തന്നെ പ്രായമുള്ള ഒരാളായിരിക്കാം. അപ്പോഴൊക്കെ നമ്മൾ മേരെന്ന് ഉപയോഗിക്കും. അത് ഞാൻ പറഞ്ഞതാണ്, എന്നാലും പറഞ്ഞതാണ്. വോ മേരെ ഫാമിലി ഡോക്ടർ ഹെ. ഓക്കെ, വോ മേരെ വന്നു, മേരാന്ന് വന്നില്ല. ഡോക്ടർ പുല്ലിംഗമായിക്കോട്ടെ, അപ്പോൾ സ്ത്രീലിംഗം ആയിക്കോട്ടെ, നമ്മളെങ്ങനെ പറയും? വോ മേരെ ഫാമിലി ഡോക്ടർ ഹെ. ഓക്കെ, മേരെന്ന് തന്നെ പറഞ്ഞിട്ട് പഠിക്കണം. ക്ലിയർ? വോ മേരെ ദാദാജി ഹെ. ദാദാജി മൂത്തൊരാൾ, ഞാൻ പറഞ്ഞു റെസ്പെക്ട് കൊടുക്കണം. ഓക്കെ, അദ്ദേഹം എൻ്റെ മുത്തച്ഛനാണ്, അദ്ദേഹം എൻ്റെ മുത്തച്ഛനാണ്. മേരെ ദാദാജി വന്നു. ടീക്കെ, മേരി വന്നോ? ഇല്ല. മേര വന്നോ? വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? ദാദാജി ഒരു ആണുങ്ങളാണ്, പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ പക്ഷെ മേരാ ദാദാജി എന്ന് പറയണ്ടേ? പറഞ്ഞില്ല, മേരെ ദാദാജി. കാരണം എന്താണ്? ഇത് ഒരു പ്രായമുള്ള ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മേരെ ഹിസാബ് സേ തൂ ഘർ ജാനാ ചെയ്യ്. എൻ്റെ കണക്ക് പ്രകാരം നീ വീട്ടിൽ പോയിക്കോ. മേരെ ഹിസാബ് സേ, യാർ മേരെ ഹിസാബ് സേന തൂ ഘർ ജാ, നീ വീട്ടിൽ പോയിക്കോ. ടീക്കെ, നീ വീട്ടിൽ പോയിക്കോ. അപ്പോൾ എൻ്റെ കണക്ക് പ്രകാരം, എൻ്റെ കരുതൽ പ്രകാരം നീ വീട്ടിൽ പോയിക്കോ. മേരെ ഹിസാബ് സേ എന്ന് പറയും. ഇവിടെ സേ വന്നുകൊണ്ടാണ് മേരെ ഹിസാബ് സേ എന്നത്. ടീക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ആജ് മേരെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ദാദാ പുല്ലിംഗം, ദാദി സ്ത്രീലിംഗം, മേരെ വന്നു. അപ്പോൾ തൊട്ടടുത്ത് പുല്ലിംഗം സ്ത്രീലിംഗം ഒന്നിച്ച് വരുന്നുണ്ട്. നമ്മൾ അങ്ങ് മേരെന്ന് ഉപയോഗിക്കണം. മേരാന്നോ മേരീന്നോ ഉപയോഗിക്കരുത്, മേരെന്ന് ഉപയോഗിക്കണം. ക്ലിയർ? രഹേഹേ വരും. കാരണം എന്താണ്? രണ്ടാളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ രഹേഹേ എന്ന് വരും. അപ്പോൾ ആജ് മേരെ ദാദാ ദാദി പുല്ലിംഗമാണ്, സ്ത്രീലിംഗമാണ് അല്ലെ? ദാദാ പുല്ലിംഗം, ദാദി സ്ത്രീലിംഗം. അപ്പം ആജ് മേരെ ദാദാ ദാദി ആ രഹേഹേ. എന്ന് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട്. ആജ് മേരെ പാപ്പ മാമി ആ രഹേഹേ. പാപ്പ പുല്ലിംഗം, മമ്മി സ്ത്രീലിംഗം. ആജ് മേരെ പാപ്പ മമ്മി, ഇന്നെൻ്റെ പപ്പയും അമ്മയും. ആജ് മേരെ പാപ്പ മമ്മി, എൻ്റെ പപ്പയും മമ്മിയും ഇന്ന് വരുന്നുണ്ട്. അപ്പം ഇത്രയുള്ളൂ കാര്യങ്ങൾ അല്ലേ? വളരെ വ്യക്തം. ആരെ ഹേഹേ വരും, ആരെ ഹാഹേ എന്ന് വരില്ല. പാപ്പ മമ്മിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം മേരെ വരും, ആരെ ഹേഹേ വരും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. ഓക്കെ, ഇതിൻ്റെയൊക്കെ കുട്ടൻസ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണമോ? ഒറ്റ ഇതുപോലെ പഠിക്കണം. അതായത് സ്ത്രീലിംഗം പുല്ലിംഗം എല്ലാം മനസ്സിലാക്കിയിട്ട് സെൻറ്റൻസുകളെല്ലാം വെച്ച് 40 ഗ്രാമർ ക്ലാസ്, 20 സ്പീക്കിംഗ് പ്രാക്ടീസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ഈ 40 ഗ്രാമറും 20 സ്പീക്കിംഗ് പ്രാക്ടീസും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഹിന്ദി വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾ ചെറവറാന്നങ്ങ് പറയും, പുലി പറയുന്ന പോലെ ഹിന്ദി പറയാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പോസ് ചെയ്യുക, ഇത് കാണുക. ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്, അതെന്തായാലും കാണുക. ഡെമോ വീഡിയോ ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം, പ്ലസ് വെബ്സൈറ്റിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഞാൻ പറഞ്ഞു, വലിയ എമൗണ്ട് ഒന്നുമില്ല. 999 ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടുന്നത്. ഇതിൻ്റെ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് നമ്മുടെ 300+ മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് വേറെയുണ്ട്. പിന്നെ ഈ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ തന്നെ റിക്വസ്റ്റ് വന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ PDF ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ദിവസം ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? വിസിറ്റ് ചെയ്യുക, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യുക. 60 ക്ലാസ്സുകൾ നിങ്ങളുടെ ഓൺ ടൈമിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, യൂസർ നെയിം നിങ്ങളതാണ്, പാസ്വേഡ് നിങ്ങളതാണ്. പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡ് കിട്ടി, അത് വെച്ച് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദിവസം രാത്രി 12 മണിക്കാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, ആ സമയത്ത് കണ്ടോ. ഓക്കെ, രാത്രി 1 മണിക്കാണോ സമയം കിട്ടുന്നത്, അത് കണ്ടോ. സൺഡേ നിങ്ങൾക്ക് ഫുൾ ടൈം ആണോ? നിങ്ങൾ ഒരു 3-4 വീഡിയോ സൺഡേയിൽ കവർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം. വളരെ വ്യക്തമായിട്ട് ഹിന്ദി പഠിക്കാം. നിങ്ങൾ എത്രമാത്രം ചെയ്യുക? വിസിറ്റ് വെബ്സൈറ്റ് ചെയ്യുക. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ ഓപ്ഷൻ ഉണ്ട്, അതിൽ നിങ്ങൾ ഡെമോ കാണുക. ഡെമോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻറോൾ ചെയ്യുക. ഈ 999 നിങ്ങൾ പേ ചെയ്യുക. നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് കിട്ടും. പാസ്വേഡ് കിട്ടി നിങ്ങളുടെ സമയത്ത് കാണുക എന്ത് വീഡിയോസ്.
ഓക്കെ, നിങ്ങൾ നോട്ടുകൾ തയ്യാറാക്കുക. വളരെ വ്യക്തമായിട്ട് ഹിന്ദി മനസ്സിലാവും. ഓക്കെ, ക്ലാസ്സുകളിൽ വളരെ സീക്വൻസിലാണ് നമ്മൾ ക്ലാസ്സുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റ്. ഓക്കെ, അത് എന്തോ ആയിക്കോട്ടെ, പ്ലസ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ. പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.